ഹായ് ഹലോ എല്ലാവർക്കും 73ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഹീറോ ആയിട്ട് തോന്നിയത് അക്ബറയാണ്. എപ്പിസോഡ് കണ്ടപ്പോൾ അത് നേരെ മാറി അനുമോളിലേക്ക് പോയി. ഇതാണ് ബിഗ് ബോസിൻ്റെ കഴിവ് എന്ന് തോന്നുന്നു. ആടിനെ പട്ടിയാക്കാനും പട്ടീനെ ആടാക്കി മാറ്റാനുമുള്ള ഈ കഴിവ്. കുറച്ച് കരച്ചിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കൂടുതൽ. രാവിലെ തന്നെ പിരിഞ്ഞ പാലാണെന്നറിയാതെ അനീഷ് വിചാരിച്ചു തൈരാണ് എന്ന്. അതിൻ്റെ അത് മുളകും ഉപ്പും ഒക്കെ ഇട്ട് കുടിക്കാൻ നോക്കുന്നുണ്ട്. അത് അനുമോള് കാണുന്നത് കൊണ്ട് എന്നിട്ട് അനുമോള് കമ എന്നൊരു അക്ഷരം വേണ്ടിയില്ല. എന്നിട്ട് അനീഷ് അത് കുടിക്കുന്നത് നോക്കി നിന്നു. എനിക്ക് തോന്നി ബിഗ് ബോസ് ഹൗസിൽ അനീഷിനും തോന്നിയത് ചെയ്യാം, അനുമോൾക്കും തോന്നിയത് ചെയ്യാം. ആരും ഒന്നും ചോദിക്കാൻ വരില്ല, ഈവൻ ബിഗ് ബോസ് അടക്കം. പിന്നെ വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായി നടന്നൊരു ടാസ്ക് ആയിരുന്നു പാവശാസ്ത്രം. സാധാരണ ലക്ഷ്മി പറഞ്ഞത് 50 മീറ്റർ വിട്ടിട്ടാണ് ആണുങ്ങളിൽ നിന്ന് നിൽക്കുന്നത് എന്ന്. പിന്നെ മറ്റൊരു കുലസ്ത്രീ ഉണ്ട്, ഇഷ്ടമല്ലാത്തവർ അറിയാതെ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും, ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ അവളുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഡേറ്റി ഗെയിം കളിക്കും, പക്ഷേ വേറെ ആരും കളിക്കാൻ പാടില്ല. അക്ബറാണ് ഡേറ്റി ഗെയിം കളിക്കുന്നതെന്ന് സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അവർക്കത് ചെയ്യാം. അക്ബറിനോട് ഇന്നത്തെ ഗെയിമിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് ഡേറ്റി ഗെയിം കളിക്കരുതിക്ക എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് തോന്നിയ വണ്ണം ആവാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കുലസ്ത്രീനെ കുറിച്ച് പറയാം. അനുമോൾ വായിൽ തോന്നിയത് കൊതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ എന്തും തോന്നിയത് വിളിച്ചു പറയുകയാണ്. അത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവിടെയും വിളിച്ചു പറയുക. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുള്ളിക്കാരി വന്നത്, സ്റ്റാർ മാജിക്. അവിടെ എന്ത് പറഞ്ഞാലും അത് ഡബിൾ മീനിങ് ആയാലും അവിടെ ഭയങ്കര ചിരി പൊട്ടിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വന്നിട്ട് അക്ബറിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇത് വിക്ടിം കാർഡൊന്നുമല്ല, പുള്ളിക്കാരിൻ്റെ സ്ഥായി സ്വഭാവമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആണുങ്ങളെ കണ്ടാൽ 50 മീറ്റർ മാറി നിൽക്കുന്ന ലക്ഷ്മിനെ കുറിച്ചാണ്. ലക്ഷ്മി ആദ്യം ഫ്രണ്ടിൽ നിന്നപ്പം അക്ബർ അങ്ങോട്ട്, അതായത് പാവ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആഞ്ഞു. അതിനെന്തൊക്കെ കുറ്റമാണ് പറയുന്നത്, അനുമോളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്കും അത് പാടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ ലക്ഷ്മി എടുത്തത് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഗെയിമിൻ്റെ 3ാമത്തെ റൗണ്ട് വന്നപ്പം അക്ബർ ഫ്രണ്ടിലും ലക്ഷ്മി ബാക്കിലുമായിരുന്നു. ലക്ഷ്മി അക്ബറിനെ തള്ളുന്നുണ്ടായിരുന്നു, അക്ബറിന്റെ കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ലക്ഷ്മിക്ക് ഒരു പരാതിയില്ല. പിന്നെ കൂടാതെ അക്ബറിന്റെ കൈ അനീഷ് കടിച്ചപ്പോഴും ലക്ഷ്മിക്ക് ചിരി. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ലക്ഷ്മി അവിടെ പ്രശ്നം ഉണ്ടാക്കി, പ്രഹസനം ഉണ്ടാക്കിയാണ്. ഇനി ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് ഡേറ്റി ഗെയിം കളിക്കല്ലേ എന്ന് പറഞ്ഞ് ഡേറ്റി ഗെയിം കളിക്കുന്ന ആദില. എല്ലാവരുടെയും വീട്ടിലെ ധാരണയാണ് ഏറ്റവും കൂടുതൽ ഡേറ്റി ഗെയിം കളിക്കുന്നത് അക്ബറാണ്, എല്ലാവരെയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അക്ബറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ആ ഒരു ഗ്യാങ് ആണ്. ഷാനവാസ്, ആദില, നൂറ, അനുമോൾ, ലക്ഷ്മി എന്നിവർ എല്ലാവരും ഫെയർ ആയി കളിക്കണമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ടാണ് അക്ബർ കളിക്കാൻ പോയത്. അങ്ങനെ തന്നെയാണ് അക്ബർ കളിച്ചത്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പ് ബോൾ ഉണ്ട്, വേണമെങ്കിൽ എടുത്തു മാറ്റാം എന്നുള്ളത്. അത് വെച്ചിട്ട് ആദില എടുത്തു മാറ്റി. പക്ഷേ ഇതിന് മുന്നേ ഫെയർ ആയി കളിക്കണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ പറഞ്ഞ ആൾ തന്നെ എടുത്തു മാറ്റുമ്പം കാണാൻ അത്ര രസം ഉണ്ടായെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഗെയിം അങ്ങനെയല്ലേ ഇഷ്ടം എന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. റോബിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു റോബിന്റെ സീസണിൽ. പക്ഷെ അത് തുടക്കത്തിലാണ്, ആരെയും പരിചയമില്ല. ആ സമയം പരിചയമില്ലാത്ത ഒരാളോട് കൊടുത്തിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സമയമാണ് തട്ടിയെടുത്തത്. ഈ ഗെയിം ഫെയർ ആയി കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അക്ബറാണ് അത് കട്ടെടുത്തിരുന്നെങ്കിൽ ഇന്ന് വേറൊരു കോലാഹലം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോൻ്റെ താഴെ അക്ബറിന്റെ PR എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കളി ഇഷ്ടപ്പെട്ടിട്ട് ഒരു പൈസ പോലും മേടിക്കാതെയാണ് അക്ബറിന് ഞാൻ PR ചെയ്യുന്നത്. എനിക്ക് സന്തോഷപൂർവ്വം പറയാൻ പറ്റും. ഇനി ഞാൻ കുലസ്ത്രീയായ അനുമോളെക്കുറിച്ച് കുറച്ചും കൂടെ പറയാനുണ്ടായിരുന്നു. അനുമോള് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും സങ്കടം. അനുമോള് മാന്തി പറിക്കുന്നതും കടിക്കുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയുള്ള സമയം അനുമോൾ ഒരു വിക്ടിം കാർഡ് എടുക്കും, കുറച്ച് കരയും. പിന്നെ ഞാനൊരു സ്ത്രീയല്ലേ, നിങ്ങൾ പുരുഷനല്ലേ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. രണ്ടുപേരും ഈക്വലാണ്. ഈവൻ വിന്നറായ അഖിൽമാരാറും ഇതേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലൈവിൽ കാണിച്ചതും എപ്പിസോഡിൽ കാണിക്കാത്തതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ആദിലയാണ് ഇത് ചെയ്തത് എന്ന് അക്ബറിനും ആര്യനും നല്ലപോലെ അറിയാം. ആ സമയം ആദില അവിടെ വന്നിരുന്ന് അയ്യോ പോട്ടെ ഇക്കാന്നൊക്കെ പറയുമ്പം ആദിലയുടെ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിനോട് ഇവളാണ് ചെയ്തത് എന്ന് അറിയാത്ത പോലെയാണ് സംസാരമൊക്കെ. എന്നിട്ട് ഇവർ മാറിപ്പോയിരുന്ന് സംസാരിക്കുന്നതൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് അക്ബർ 3ാമതായി എടുത്ത പാവകൾ നെവിനും ആര്യനും കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെറുതായ ഒരു പരാമർശം മാത്രമാണ് എപ്പിസോഡിൽ നടത്തുന്നത്. അനീഷിന്റെ പുലമ്പലും അനുമോളുടെ കരച്ചിലുമാണ് ഏറെക്കുറെ ഏകദേശം എപ്പിസോഡിൽ കാണിച്ചത്. അല്ലാതെ അക്ബർ എന്തൊക്കെ ചെയ്തു എന്ന് എപ്പിസോഡിൽ ഇന്ന് വളരെ കുറവാണ് കാണിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ എപ്പിസോഡിൽ അനുമോളെ കാണാൻ സാധിച്ചു. അക്ബർ ശരിക്കും പറഞ്ഞാൽ ലൈവിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അക്ബറിനെ കുറിച്ചുള്ള ഒരു കുറ്റമാണ് പറയാൻ പോകുന്നത്. ഗെയിം സ്പിരിറ്റിലാണ് അനുമോളെ മുന്നോട്ട് തള്ളിയിട്ട് ആ പാവയൊക്കെ എടുക്കാൻ നോക്കിയത്. അപ്പോൾ അനുമോൾ വേദനിക്കുന്നുണ്ട് മാറുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒന്ന് അഴിഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് അക്ബർ ആ പാവ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. അത് അക്ബറുടെ കയ്യിലെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫെയർ ആയിട്ട്
ആയിട്ട് കളിക്കുന്നു എന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷേ എന്നാലും അക്ബറിൻ്റെ ഫാൾട്ട് തന്നെയാണ്. എല്ലാവരും അവരവർ ജയിക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അക്ബർ അവിടെ കുറച്ചും കൂടെ ഫെയർ ആയി പോയതുപോലെ തോന്നി. അതിൻ്റെ ആവശ്യമില്ല, ഇതൊരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ സെൻസിൽ എടുക്കണം, എന്നിട്ട് ആ പാവം മാറ്റി വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അനുമോളുടെ PR വന്നോട്ടെ, അനീഷിൻ്റെ PR വന്നോട്ടെ, ഷാനവാസിൻ്റെ PR വന്നോട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും, അത് എവിടെയാണെങ്കിലും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ബൈ ബൈ.